നമുക്ക് ഖുർആനിന്റെ അഭയം വേണ്ടത് എവിടെയെല്ലാം നമുക്ക് ഇരുട്ട് വരാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം ഖുർആൻ വെളിച്ചമായി നമുക്കുണ്ടാവണം. വിശുദ്ധ ഖുർആനിനെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇതൊരു വെളിച്ചമാണ് എന്ന്. മനുഷ്യന്റെ സഞ്ചാരപഥങ്ങളിൽ ഇരുട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് ഒന്ന് അവന്റെ ഹൃദയത്തിൽ തന്നെയാണ്. ആ ഹൃദയത്തിൽ ഇരുട്ട് ബാധിക്കുമ്പോഴാണ് അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ മടി ഉണ്ടാവുന്നത്. വയജ്തരിയ അലൽ മഅസിയ, തെറ്റ് ചെയ്യാൻ പേടിയില്ലാതാവുന്നത്. വഅല്ലാ യഅ്തബിറ ബിമൗതി അഹദിൻ, ആര് മരണപ്പെട്ടാലും ഞാൻ മരിക്കും എന്ന ചിന്ത വരാത്തത് ഹൃദയത്തിൽ ഇരുട്ട് കൂടുമ്പോഴാണ്. ഈ ഇരുട്ടുള്ള ഹൃദയത്തെ നന്നാക്കാനാണ് ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവിടെ ഒന്നാമത്തെ തഫ്സീർ തന്നെ ഖുർആൻ കൂടുതൽ ഓതൂ, ഇരുട്ടുള്ള ഹൃദയം വെളിച്ചമാകും. ഇരുട്ട് നിറഞ്ഞതുകൊണ്ടാണ് വെളിച്ചമായ മുത്തുനബിയെ വധിക്കാൻ ഉമർ തങ്ങൾ പുറപ്പെട്ടത്. വിശുദ്ധ ഖുർആനിലെ വളരെ കുറഞ്ഞ ആയത്ത് കേൾക്കുമ്പോഴേക്ക് തന്നെ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായി. നൂറുൻ അലാ നൂർ, വെളിച്ചമുള്ള നേതാവിന്റെ അടുത്ത് ഖബറായി ഇപ്പോൾ ഉമർ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. അതാണ് ആർക്കെല്ലാം ഇരുട്ടുണ്ടോ അവിടെയെല്ലാം ഹൃദയത്തിന് വെളിച്ചമായി വരുന്ന പ്രക്രിയയാണ് ഖുർആന്റെ ആയത്തുകൾ നടത്തുന്ന ഒന്നാമത്തെ പ്രോസസ്. രണ്ടാമത്, മനുഷ്യന്റെ സഞ്ചാര പദങ്ങളിൽ ഇരുട്ട് വരാൻ സാധ്യതയുള്ളത് ഖബറിലാണ്. ആ ഇരുട്ട് ഖബറിൽ മൂടങ്കല്ലുകൾ വെച്ച് മണ്ണിട്ടാൽ ഉണ്ടാവുന്ന ഹിസ്സിയായ ഇരുട്ടിനെ കുറിച്ചല്ല. ആ മനുഷ്യൻ മോശമായ മനുഷ്യനാണെങ്കിൽ ഉണ്ടാവുന്ന ഇരുട്ടുള്ള ഒരു ഖബറുണ്ട്. അനബൈത്തുദ്ദൂദ് എന്ന് പറഞ്ഞ ഉടനെ ഖബർ തന്നെ വിളിച്ചു പറയും ഞാൻ ഇരുട്ടിന്റെ വീടാണ്. അവിടെ വെളിച്ചമായി ഉണ്ടാവാനും നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് സൂറത്തുൽ മുൽക്ക് എന്ന ഖുർആനാണ്. സൂറത്തുൽ മുൻജിയ, ഖബർ ശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന സൂറത്ത്. ആ ഇരുട്ട് നിനക്ക് വെളിച്ചമാവാനുള്ള സൂറത്ത്. പിന്നീടുള്ള വഴിയിൽ ഇരുട്ടുണ്ടാവാനുള്ള സാധ്യത എവിടെയാണ്? സിറാത്ത് പാലത്തിൽ കയറുമ്പോഴാണ്. സിറാത്ത് പാലത്തിൽ കയറുമ്പോൾ അവന്റെ മുന്നിൽ പ്രകാശമായി ഉണ്ടാവുന്നത് അയാൾ പാരായണം ചെയ്ത ഖുർആനായിരിക്കും. ഇങ്ങനെ കഷ്ടപ്പെടാൻ സാധ്യതയുള്ള മുഴുവൻ ഇടങ്ങളിൽ നിന്നും കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ മുറുകെ പിടിക്കൂ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, നിങ്ങൾ വിഷമിക്കുന്ന അനുഭവങ്ങളിൽ സന്ദർഭങ്ങളിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഖുർആൻ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.